ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പാൽപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂണോളം തന്നെ റവ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂണോളം നെയ്യ്, ഇവയെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 കപ്പോളം പാലാണ്. ഇത് നമ്മൾ പാല് ചേർത്ത് കുഴക്കണ സമയത്ത് കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. കൂടുതൽ നേരം നിന്ന് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. ഈ പാലും ഈ മാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ട് ഇതിനെ ചെറിയ ചെറിയ ബൗൾസ് ആക്കി മാറ്റാം. ഇതുപോലെ ചെറിയ ചെറിയ ബൗൾസ് ആക്കി മാറ്റിയെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം അതിനെയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ ഒരു മീഡിയം ചൂട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. തീ പറ്റ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരേ സമയത്ത് കൂടുതൽ എണ്ണ ഇടണ്ട, കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഒരു സൈഡ് തന്നെ വെച്ചോണ്ടിരിക്കരുത്. അപ്പോൾ ആ സൈഡ് മാത്രം അങ്ങ് ഒരു കളറ് ചേഞ്ചായി ഗോൾഡൻ കളറായിട്ട് വരും. ഇപ്പോൾ ഇതാ കണ്ടോ, ഇത് എല്ലാ ഭാഗവും ഒരുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതിനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഷുഗർ സിറപ്പിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു സോസ് പാനിൽ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പോളം തന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഇത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ല പോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ കോരി മാറ്റാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും കോരി മാറ്റുകയാണ്. ഇനി ഇതിനെ കൂടുതൽ സമയം ഇതിൽ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഈ ഷുഗർ സിറപ്പിൽ അങ്ങ് അലിഞ്ഞു ചേരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ഈ ഷുഗർ സിറപ്പിൽ നിന്നും കോരി മാറ്റണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പാൽപ്പൊടി കൊണ്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചാനലിലെ എല്ലാ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.